ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. മഴ ആയതുകൊണ്ടേ ഒന്നുകൂടി ചൂടിട്ടാൻ വേണ്ടിയിട്ട് ദോശമാവ് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുത്തു. ഇവിടെ 5:30 ആകുമ്പോഴത്തേന് ചായയും കടയൊക്കെ ആവണം. ഇപ്പൊക്കെ കുടിച്ചു പോകാനും പിന്നെ കൊണ്ടുപോകാനുള്ളതൊക്കെ ആവണം. 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇപ്പൊ പോകുട്ടോ. ഇതാണ് നമ്മളെ വീട്. രാവിലത്തെ ചായയും കടയൊക്കെ അകത്ത് ഗ്യാസുമ്മലാണ് ഉണ്ടാക്കല്. ചോറും കൂട്ടാനൊക്കെ പിന്നെ അടുപ്പത്ത് വെക്കും. മഴ ഉണ്ടെങ്കിൽ അകത്താണ് തീയൂട്ടല്. അവിടെ ആലുവാടുപ്പാണ് അകത്തുള്ളത്. പുറത്ത് മണ്ണുകൊണ്ട് തേച്ചുണ്ടാക്കിയൊരു അടുപ്പാണ് കേട്ടോ. പുറത്തടുപ്പത്ത് തീയൂട്ടുന്നതാണ് ഏറ്റവും സൗകര്യം. അതാകുമ്പോൾ തെങ്ങും മട്ടലും ചകിരിയൊക്കെ അങ്ങനെയാണ് വെച്ചുകൊടുത്താൽ മതി. ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചുകൊണ്ടാണ് കേട്ടോ മുറ്റടിക്കാൻ നിന്നത്. മുറ്റടിക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരി ഇട്ട് കൊടുക്കണം. അങ്ങനെ അരിയിട്ടെടുത്ത് തീ നല്ലോണം കത്തിച്ചു കൊടുത്തിട്ടോ. ഇനി ഇടക്കോരോ ചകിരി ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. അങ്ങനെ ചോറൊക്കെ അടുപ്പത്തായി. ഇനി കറിക്കുള്ളതും മേടിച്ചു കൊടുത്തിട്ട് വേണം. ചിക്കൻ വാങ്ങാൻ പോവാണ് കേട്ടോ. കരുളായിൽ അമ്പലപ്പടിക്കൊക്കെയാണ് കേട്ടോ ചിക്കൻ വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ മിക്കവാറും ചിക്കൻ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ വാങ്ങല്. അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണേ. പോകുന്ന വഴിക്ക് കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ. അത് വീടിന്റെ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. സാധനം വാങ്ങാൻ കയറിയപ്പോൾ അവിടെ നല്ല പുളിയച്ചാറുണ്ട് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുറേ തിന്നതല്ലേ. അപ്പോൾ അത് 2 മേടിച്ചു. വീട്ടിലെത്തി. ഇനി കറിക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കണം. കറിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചു. കിഴങ്ങ് വലിയ കഷ്ണമായിട്ട് കീറിയിടുന്നുണ്ട് കേട്ടോ. അത് ഉടച്ചെടുക്കാനുള്ളതാണ്. ചോറ് വേവാനായിട്ടുണ്ട്. നല്ല വേവുള്ള അരി കേട്ടോ. ജയ അരിയാണ്. അങ്ങനെ ചോറ് വെന്തു. ചോറ് ഒരു ഭാഗത്ത് ഊറ്റിയെടുക്കുന്നുണ്ട്. കറി റെഡിയാക്കാണ് കേട്ടോ. ചോറൂറ്റി കഴിഞ്ഞു. ഇനി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റി കഴിയുമ്പോൾ ചെറിയൊരു പൊട്ടലേക്കൂട്ടോ. അപ്പോൾ അത് ഓഫാക്കിയാൽ മതി. ഇനി പാത്രം കുറേ കഴുകാനുണ്ട് കേട്ടോ. പാത്രമൊക്കെ കഴുകി വെച്ചുകൊണ്ട് അടിച്ചൊരു തുടച്ചിട്ട് വേണം തിരുമ്പി കുളിക്കാൻ.
അങ്ങനെ അകത്തുള്ള പണിയൊക്കെ കഴിഞ്ഞു. ഇനി അലക്കാനുണ്ട് കേട്ടോ. അങ്ങനെ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞു. നമ്മൾ കല്ലുമ്മ അലക്കിങ്ങാണ്ട് പുറത്ത് തോരടുന്നതൊന്നും വേറെ തന്നെയാണല്ലേ. ഇതത് കുടിവെള്ളം തീമട്ടാണ് കേട്ടോ. വേങ്ങാക്കാതിലിട്ട് വെള്ളം തിളപ്പിച്ചിങ്ങാണ്ടാണ് നമ്മൾ കുടിക്കാറുള്ളത്. അത് കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കുറയാനൊക്കെ നല്ലതാണ്. 2 ദിവസമായിട്ട് നല്ല വെയിലുണ്ട്. അപ്പോൾ ഗോതമ്പ് കഴുകി വെയിലത്തിട്ടാണ്. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി വൈകുന്നേരം മില്ലിൽ കൊണ്ടുപോകണം. ഗോതമ്പ് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുത്തിക്കാൻ കേട്ടോ. പിന്നെ കുറച്ച് പൊടിപ്പിക്കും വേണം. അങ്ങനെ ഗോതമ്പൊക്കെ കുത്തിച്ച് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ വൈകുന്നേരമായി. മഗ്‌രിബിന്റെ ടൈം ആകുമ്പോൾ ചുവന്ന നിറത്തിലുള്ള ആകാശമായിരിക്കുമല്ലോ. അതാണ് നമ്മളീ കാണുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.